ട്രെയിൻ ഇറങ്ങുന്ന ഈ ആറ്റുകാലിലേക്ക് വരുന്ന ഭക്തജനങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. മേഘന, ഗുഡ് മോർണിംഗ്. മേഘന, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഭാഗത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, മറ്റൊരു ഭാഗത്ത് KSRTC. ഈ പൊങ്കാലക്കായി എത്തുന്ന യാത്രക്കാരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവർ ഇനിയും ട്രെയിനുകൾ വരാനുണ്ട്, ബസ്സുകൾ വരാനുണ്ട്, അവർ ഭക്തജനങ്ങൾ വീണ്ടും ഈ തമ്പാനൂരാണ് വന്നിറങ്ങുക, ഇനിയും ഭക്തജനങ്ങൾ വരാനുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. കൂടാതെ വലിയൊരു ആഘോഷം തന്നെയാണ് ഈ ഒരു ഭാഗത്ത്. കാരണം ഒന്ന് വിചാരിച്ചു നോക്കൂ, ഈ ഒരു സമയത്ത് മറ്റൊരു ദിവസമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നഗരം വിട്ടുകൊടുക്കുകയാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി. അത് എത്രത്തോളം വലിയ അനുഭവമാണ് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഈ തമ്പാനൂർ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാർ പൊങ്കാല ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം അവർക്ക് അമ്പലത്തിനടുത്ത് സ്ഥലം കിട്ടാത്തവരാണ്. കൂടാതെ യാത്രാ സൗകര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ഇവിടെ നിന്ന് പൊങ്കാലയ്ക്ക് ശേഷം നിവേദ്യം അർപ്പിച്ചതിന് ശേഷം എത്രയും വേഗം മടങ്ങിപ്പോകാമെന്നുള്ളൊരു സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഇവർ ഇവിടെ പൊങ്കാല ഇടുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ. പുതിയ മൺകലം കൊണ്ട് ചുടുകട്ടകൾ എടുത്ത് പൂക്കളും, അങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം അത് ഈ തമ്പാനൂർ നഗരം മുഴുവനായും കാണാനുണ്ട്. കുറച്ച് വെയിൽ വന്നു തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ നല്ല ചൂടൊക്കെ ഉണ്ട്. പക്ഷേ ആ ചൂടിനൊക്കെ വകവെച്ചുകൊണ്ട് തന്നെ ഇവർ ആറ്റുകാൽ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇനിയും നമ്മളിപ്പോൾ അധികൃതരോടക്കം കുറച്ച് മുന്നേ അടക്കം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഈ കുറച്ച് സ്ഥലം, ആ സ്ഥല സൗകര്യമൊന്നും കുറച്ച് കഴിയുമ്പോഴേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ അത്രയേറെ ആൾക്കാരും ജനക്കൂട്ടവും ഇവിടെയുണ്ട്. അമ്മ എവിടുന്ന് വരുന്നതാ? കിളിമാൻ്റെ തട്ടത്തോല. പൊങ്കാലിടാനായിട്ട് അവിടുന്ന് എപ്പോൾ വന്നു? ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക്. സ്ഥലം കിട്ടാൻ പ്രയാസമായോ? വലിയ സഹായം മോളെ. അവിടെ നമ്മൾ കിടന്ന് ഇന്ന് വന്നപ്പോൾ സ്ഥലമില്ല. എല്ലാവരും കൂടെ ഒതുക്കി ഈ തരുന്നു. അവർക്ക് ആറ്റുകൂടം വെച്ച് നല്ല വിധത്തോടെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. വീണ് കാലോട്ട് ഞാൻ തൊഴിലുറപ്പിന് പോയപ്പം ഞാൻ ഒന്ന് വരുമെന്ന് വിചാരിച്ചല്ലേ മക്കളെ. എന്നാലും ദൈവം കാത്തന്നെ. അമ്മയോട് എന്താ പ്രാർത്ഥിക്കുന്നത്? എന്താ അമ്മയുടെ പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കൾക്ക് നല്ല ഒരു കുടുംബജീവിതം കിട്ടിയ സന്തോഷമുള്ള ജീവിതം. എൻ്റെ മോൻ വീട് വെച്ച് അതിൻ്റെ കടവും തോന്നിയിട്ട് എൻ്റെ കൊച്ചു നാട്ടിൽ ഒന്ന് അതിന് 10 ദിവസം നമുക്ക് വേണ്ടി അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കും. SK അങ്ങനെ തന്നെയാണ്. എവിടെ നിന്ന് വരുന്നതാ? SK ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവതാരകരെ ഇഷ്ടവരാണ്. പൊങ്കാല അർപ്പിക്കാൻ മുന്നേ വന്നതാണ്. അല്ലെ, പൊങ്കാല ഇടാൻ ഇന്ന് രാവിലെ 4 മണി. SK അങ്ങനെ തന്നെയാണ്. അതായത് 24ന്റെ പ്രേക്ഷകരടക്കം നമ്മളോട് ചേരുകയാണ്. അവർ പറയുന്നത് അവർ മുന്നേ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വന്നവരുണ്ട്. കൂടാതെ ഇവരുടെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിൽക്കുന്നവരുടെ കാര്യം എന്ന് പറയുന്നത് അവർ ഈ ബസ് സൗകര്യം അല്ലെങ്കിൽ യാത്രാ സൗകര്യമൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് ഇവിടെ പൊങ്കാലിടുന്നത്. കാരണം അമ്പലത്തിലേക്ക് പോകാൻ കഴിയാത്തവരുണ്ട്, അമ്പല ദർശനം നടത്താം. അത്രയും തിരക്കാണ്. ഈ നഗരം മുഴുവൻ ഒരു തിരക്കിൽ അമർന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ കാണുന്നൊരു സ്ഥലം, ഇപ്പോൾ കുറച്ച് സ്ഥലവും കുറച്ച് വാഹനങ്ങളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഈ തമ്പാനൂർ നഗരം ജനനിബിഡമായി തന്നെ നിൽക്കും. അത് ദൃശ്യങ്ങൾ കാണുന്നു. പലരും നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ പലരും ഈ പൊങ്കാല വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകൾ കൂടിയാണ്. ചേച്ചി എന്താ ഉണ്ടാക്കുന്നത്? എന്താ പൊങ്കാല പുറ്റ് അതാണോ സ്പെഷ്യൽ? അതാണ് സ്പെഷ്യൽ. പയറും പിന്നെ അരിപ്പൊടിയും ശർക്കരയും തേങ്ങായും ഉണ്ടയും പിന്നെ അണ്ടിപ്പരിപ്പ് ഒക്കെ കൊണ്ടിട്ട് കുഴച്ച് നെയ്യും ചേർത്ത് ഭഗവാന് നിവേദിക്കുക. അങ്ങനെയാണ്. അതായത് പല വിഭവങ്ങൾ, അത് പൊങ്കാല പായസമുണ്ട്, അങ്ങനെ നിവേദ്യങ്ങൾ പലതുണ്ട്. അവർ പലതും പല വിഭവങ്ങളും പരീക്ഷിക്കുന്നു. അങ്ങനെ ദേവിക്ക് ഇന്ന് 1:15 കൂടി തന്നെ നിവേദ്യം അർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത്, ഇവർ ഈ തമ്പാനൂർ ഭാഗത്ത് പൊങ്കാല ഇടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇവർക്ക്, കാരണം അങ്ങോളം ഇങ്ങോളം ആളുകൾ സജ്ജമാണ്. അവർ എവിടെയാണ് സ്ഥലം കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി, എവിടെയാണ് സ്ഥലം കിട്ടുന്നത് അവിടെ പൊങ്കാലിടുക. ഒരു ഹലോ, എവിടുന്നാണ് വരുന്നത്? ട്രിവാൻഡ്രം. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണോ എല്ലാ കൊല്ലവും? ഇവിടെയാണ്. ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം പോവാൻ സൗകര്യവും നമുക്ക് ആണ്. അങ്ങനെ തന്നെയാണ്. SK കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവർ ഈ വിഭവങ്ങളൊക്കെ തയ്യാറായി തുടങ്ങും. അതിനുശേഷം ഇപ്പോൾ തേങ്ങ ചേരുകയും അങ്ങനെ ചെറിയ ചെറിയ ഇതിലേക്കാണ് പോകുന്നത്. എവിടുന്നാണ് വരുന്നത് ചേച്ചി? ആറ്റിങ്ങലി. തയ്യാറാണ്? തയ്യാറാണ്. എന്താ പ്രാർത്ഥിക്കാനുള്ളത്? നമ്മളെ കുടുംബത്തിന് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കണം. SK തത്സമയം ഈ തമ്പാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. അത് ഈ തയ്യാറെടുപ്പുകളൊക്കെ ഓരോരുത്തരായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴേക്ക് ശരിക്കും ഭക്തിസാന്ദ്രമായി തന്നെ, ഇപ്പോൾ തന്നെ ചൂടുണ്ടെങ്കിലും പൂക്കളും ഈ ചന്ദനത്തിൻ്റെ മണവും അങ്ങനെ ഒരു വലിയ ഉത്സവപ്പറമ്പായി തന്നെ ഈ തമ്പാനൂർ നഗരം മാറുന്നു. അത് വേറെ എവിടെയും കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ വേറെ ഒരു ദിവസവും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ്. എന്തായാലും ഇവിടെ ഒരുക്കങ്ങൾ സജ്ജമാണ്.